ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫുള്ള് സെറ്റപ്പ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മള് മത്തിയാണ്, നമ്മള് വണ്ടിയിൽ ഇടാം കേട്ടോ. നമ്മള് വേറെ കവറിലൊക്കെ ആക്കിയിട്ടാണ് ഇട്ടേക്കണത്. അപ്പൊ നമ്മളിത് വണ്ടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ബാഗ് എടുത്ത് ഫുള്ള് സെറ്റപ്പാണ് ഗൈസ്. നമ്മൾക്ക് പോയാലോ? നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആരും ഇല്ലാന്നേ, എന്തുകൊണ്ടാന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ മീൻ പിടിക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നൊന്നും അറിയില്ല. ആരെയും ചൂണ്ടിയിടാൻ വരുന്ന ആരെയും കാണാനില്ല കേട്ടോ. മൊത്തം ഈ കക്കൻ്റെ ഇങ്ങനെ ഫുള്ള് ഷെല്ലിട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പെറുക്കിയ നമുക്ക് അക്കൂറിയത്ത് കൊണ്ടിടാമല്ലേ. സോ നമ്മൾ പറഞ്ഞു വന്നത് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ വലയിടുന്ന കുറച്ച് ചേട്ടന്മാർ, 2-3 ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മൾ ചൂണ്ടിയിട്ട് മീൻ പിടിച്ചിട്ടേ പോത്തുള്ളൂ. ഗൈസ്, നമുക്ക് ചെറിയൊരു ഭാഗ്യമുണ്ട് കേട്ടോ. കാരണം നമ്മളെ ചൂണ്ടിയിട്ടിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആയില്ല. അതിന് മുൻപ് തന്നെ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഇവിടെ മഴക്കാലത്ത് മാത്രമേ ചൂണ്ടിയിട്ട മീൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ് ഇവിടെ ആരും ഇല്ലാത്തത്. ഭാഗ്യത്തിന് ആ ചേട്ടൻ നമ്മൾ പോയതും പറഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് വേറൊരു സ്പോട്ട് ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ വലിയ ഹമൂറ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. എന്തായാലും ഇവിടെ എന്തായാലും നിന്ന് നമ്മുടെ സമയം വേസ്റ്റ് ആയില്ല കേട്ടോ. എന്തായാലും ആ ചേട്ടന് വളരെയധികം നന്ദിയുണ്ട്. ഗൈസ്, നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചേട്ടനുണ്ട്, ആ അറ്റത്ത് ഒരു ചേട്ടനുണ്ട്. ആ അറ്റത്ത് ചേട്ടന് 2 മീൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ മത്തിയൊക്കെ കോർത്തിട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. എന്തായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല. നമ്മളെന്തായാലും നമ്മുടെ മാക്സിമം നമ്മളിന്ന് ട്രൈ ചെയ്തതായിരിക്കും. എൻ്റെ കാൽപ്പാടുകൾ ഗൈസ്, നമ്മളെ ലീഡർ ലൈൻ മാറ്റിയിട്ട് ദേ ഈ കൊളുത്ത് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഗൈസ്, ഇവന്മാരിന്റെ കണ്ണ് കണ്ടോ, മേലെ മേലെ. ഗൈസ് നോക്ക്, ഹമൂറിന്റെ കുട്ടി കണ്ടോ. ദേ ആ ചേട്ടൻ പിടിച്ചാണ് കേട്ടോ. ഇത് നോക്ക്, ജീവനുണ്ട് കേട്ടോ. ഗൈസ്, നമ്മള് മത്തി കോർക്കാൻ വേണ്ടി പോവാണ്. നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് മത്തി കോർക്കണത്. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കണത് എന്തായാലും. പിന്നെ ഇവിടെ മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല. എല്ലാവരും ലൂറാണ് യൂസ് ചെയ്യണത്. പിന്നെ അങ്ങനെ ആരും ബൈറ്റ് യൂസ് ചെയ്യണത് കണ്ടിട്ടില്ല കേട്ടോ. എന്തോ അടിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. ഇത് നല്ലതുപോലെ വലിയുണ്ട്. നമ്മൾ ആകെ ഇപ്പൊ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് നോക്ക്, ചൂണ്ട വലിഞ്ഞിട്ട് പോണ നോക്ക്. മീനെ കിട്ടി ഗൈസ്, മീൻ അടിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോണ നോക്ക്, മീനെ കിട്ടി ഗൈസ്, മീൻ അടിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ദേ കണ്ടോ കണ്ടോ കണ്ടോ, ദോ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീന് കിട്ടിയാ പടച്ചോനെ. ഞാൻ എന്തായാലും നോക്കട്ടെ കേട്ടോ, ഫോണ് മാറ്റി വെച്ചിട്ട്. നമുക്ക് വലിയ മീൻ അടിച്ചതെന്ന് തോന്നുന്നു. ഇത് നോക്ക്, ഇത് ബ്രൈഡൽ ലൈന് പൊട്ടിപ്പോയി, കൊളുത്ത് പോയി, നമ്മുടെ മത്തിയും പോയി. ഇത് കണ്ടോ, ഫുള്ള് പോയി ഗൈസ്. ദേ പക്ഷെ എന്താ നോക്കണേ, മീൻ അടിച്ചു എന്നാ തോന്നുന്നിട്ട്. നമ്മൾക്ക് ആദ്യമായിട്ട് വലിയ മീനാണ് തോന്നുന്നുണ്ട് ഗൈസ്. മത്തി നമ്പർ 2 ഗൈസ്. നമ്മുടെ രണ്ടാമത്തേതില് നമ്മൾ വലിച്ചു നോക്കിയപ്പോ നമ്മുടെ ചാള പോയിട്ടുണ്ട്, പക്ഷെ കൊളുത്ത് പോയിട്ടില്ല കേട്ടോ. അപ്പൊ മീനാരോ എടുത്തിട്ട് പോകണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. ഇനി നമ്മള് ഈ മുട്ടില് കയറിയിട്ട് എറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ നല്ല പോലെ കല്ലിലൊക്കെ കുടുങ്ങാണ്. ഇവിടെ അതായിരിക്കും അവസ്ഥ. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി ട്രൈ ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ 3 ചാള മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണേ ചാള നമ്പർ 3. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാല്ലേ, മീൻ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാല്ലേ. നല്ല ചൂടും നല്ല വെയിലും ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മള് മത്തി ബൈറ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആക്രാന്തം കാണിച്ച് പിടിച്ച് വലിച്ചു. എന്തായാലും അത് പാളിപ്പോയിട്ടുണ്ട്. ഇനി നമ്മൾ 4ാമത്തെ ഒരു മീൻ കൂടി കോർത്തിട്ട് ഇടാൻ വേണ്ടി പോവാണ്. എന്തായാലും മീന് കിട്ടുമായിരിക്കില്ലേ. ഇപ്പൊ നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്ട്രൈക്ക് എങ്കിലും കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഗൈസ്. നമ്മുടെ 4ാമത്തെ ബൈറ്റ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതില് സ്ട്രൈക്കും കിട്ടണം, മീനും കിട്ടണം അല്ലേ ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മുടെ മത്തിന്റെ അവസ്ഥ. ഭയങ്കര കുറച്ച് ഇതാണ്. നമ്മൾക്ക് എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഇട്ട് നോക്കാം കേട്ടോ. കൊറേ നേരം നമ്മൾ നോക്കുന്നു. ഓ പൊന്നോ, കിട്ടി മോനെ, കിട്ടി ഗൈസ്. നമ്മൾ പിടിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് നോക്ക്, നമ്മുടെ മത്തിനെയൊക്കെ അവൻ വിഴുങ്ങിയിട്ടുണ്ട്. അവ എത്രത്തോളം ഹുക്കപ്പ് ആയിട്ടുണ്ട്. അമ്മ, അയ്യോ, ഇത് പോയ നമ്മൾക്ക് സീനാണ്.
നമ്മൾക്ക് എന്തായാലും കവറിൽ എടുത്തിടാട്ടോ, അല്ലെങ്കിൽ നമ്മൾ പോയാൽ പിന്നെ ഈ ഒരു സന്തോഷമൊന്നും നമുക്ക് ഉണ്ടാവില്ല. എൻ്റെ റബ്ബേ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല. നോക്ക് കൊക്കി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടാ. കുറച്ച് ഡേഞ്ചർ ആണ് തോന്നണു. ഇതിനെ കുറിച്ച്, ഈ മീനിനെ കുറിച്ചൊന്നും അറിയാത്തോണ്ട്, ഇവൻ കുത്തിയ അല്ലെ പ്രശ്നമുണ്ടെന്ന് അറിയാത്തോണ്ട് ഇത് നമുക്ക് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കാം. ആരെങ്കിലും ആ പാട്ടെന്ന് പാടുവോ? ടൺ 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 ട. ഞാൻ ഇത്രയ്ക്കും സന്തോഷിക്കാനുള്ള കാര്യം, നമ്മൾക്കറിയാത്തൊരു കാര്യം ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് റിസൾട്ട് കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ. എനിക്ക് മാത്രമല്ല, ഞാൻ മീൻ പിടിച്ചു എന്ന് അറിയുമ്പോൾ ഈ വീഡിയോ കാണാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ. എനിക്ക് അത് കാണുമ്പോഴും കൂടുതൽ സന്തോഷമാവാറുണ്ട്. കാരണം ഞാൻ പിടിക്കുന്ന ഓരോ മീനും എൻ്റെ സന്തോഷം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് എന്നെ അവർ സപ്പോർട്ട് ചെയ്യുമ്പോഴില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ മീൻ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വറുത്ത് തിന്നുന്നതായിരിക്കും, നമുക്കെല്ലാവർക്കും കൂടി പങ്കിടാനുള്ള അത്രക്കില്ല. എന്തായാലും ഇല്ലേ, നമ്മൾ പിടിച്ചിരിക്കുകയാണ് ഗായ്സ്. ഇതിൻ്റെ ഒരു സന്തോഷം വേറെ ലെവലാണ്. ഞാൻ വിചാരിച്ചില്ല, ഞാൻ മാത്രമല്ല നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവില്ല, ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ നമുക്ക് മീൻ കിട്ടുന്നു. പക്ഷെ കിട്ടി ഗായ്സ്, പക്ഷെ കിട്ടി. അമ്മ കയ്യും കൂടി ചേർത്ത് വെട്ടി. ഗായ്സ്, അങ്ങനെ നമ്മളെ മീനൊക്കെ പിടിച്ചു. അതുമാത്രമല്ല നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തു കേട്ടോ. എനിക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യണമെന്നൊന്നും അറിയില്ല, കാരണം നല്ല കട്ടിയുള്ള തൊലിയത് കൊണ്ട് തന്നെ ഇത് ചെതമ്പൽ കളയണമാണോ ചെത്തി കളയണമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഫ്രൈ ഒക്കെ ചെയ്തു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മുടെ പുതിയ റോഡിൽ പിടിച്ച മൂന്നാമത്തെ മീനാണ് കേട്ടോ. നമ്മൾ നേരത്തെ 2 വലിയ വരാൽ പിടിച്ചു, ഇപ്പോൾ ഹമൂർ പിടിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് ഗായ്സ്. ഇനി അടുത്തത് ഏത് മീൻ പിടിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ പറഞ്ഞ പോലെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കടലിന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് അങ്ങനെ നമ്മൾ കടലിനെ മീൻ പിടിച്ചു. വലുതോ ചെറുതിലോ അല്ല ഗൈസ്, എനിക്ക് മീൻ കിട്ടിയാൽ മതി, അതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം കേട്ടോ. എന്തായാലും നമ്മൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടലിൽ പോകാൻ വേണ്ടിയിട്ട് ഏത് ലൂറാ ബെസ്റ്റ് എന്ന്. കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ പോയതുകൊണ്ട് നമ്മൾക്ക് ലൂറൊന്നും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മത്തി ഇട്ടത്. ഭാഗ്യത്തിന് മത്തിയിൽ കിട്ടിയിട്ടോ. നമ്മൾ ഇതുവരെ മത്തി ട്രൈ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ 1-2 തവണ ട്രൈ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ കാര്യമായിട്ട് കിട്ടിയൊന്നും ഇല്ലല്ലോ. ഇത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആ 5 മീനെ നമ്മൾ കൊണ്ടുപോയുള്ളൂ കേട്ടോ. അതിലും 4ാമത്തെ മീനിൽ തന്നെ കിട്ടി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് കിട്ടുന്നൊക്കെ. അയ്യോ എന്താ പറയാ, ആ ഒരു ഫീല് നമ്മൾ എങ്ങനെ വരുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ വിചാരിച്ച പോലും ഇല്ല മീന് കിട്ടുന്നത്. നമ്മൾ പിടിച്ച മീനിൽ കുറെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര പേടി. ആ കല്ലിൻ്റെ ഇടയിലൊക്കെ പോയി പറഞ്ഞാൽ ഭയങ്കര സീനല്ലേ. പിന്നെ മീനും പോവും, നമ്മൾക്കും കിട്ടില്ല മീൻ, പിന്നെ രക്ഷപ്പെടൂല കാരണം അവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് കവറിലൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ നിർത്തി. നമ്മൾ കാസ്റ്റിങ്ങും മീൻ പിടിക്കലൊക്കെ നിർത്തി. അങ്ങനെ വീട്ടിലേക്ക് വന്നു അതിനെ ഫുള്ള് സെറ്റപ്പൊക്കെ ആക്കി. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ മീൻ പിടിച്ച സ്ഥിതിക്ക് വീഡിയോ ലൈക്ക് ചെയ്യണം. അടുത്തത് ഏത് മീൻ പിടിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഉറപ്പായും ചെയ്യണേ. ഓക്കെ, ബൈ.